ഗൈസ്, അപ്പോൾ 15,000 രൂപയ്ക്ക് താഴെ വരുന്ന 5 കിടിലൻ 5G സ്മാർട്ട് ഫോണുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ അതേപോലത്തെ ഒരുപാടധികം യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ സ്മാർട്ട് ഫോൺ ഒക്കെ വാങ്ങാൻ നിൽക്കുന്ന നിങ്ങൾ കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫോൺ റിയൽമി P1 5G ആണ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. ഈ ഒരു ഫോൺ 3 കളർ വേരിയന്റിലാണ് വരുന്നത്. 2 സ്റ്റോറേജ് വേരിയന്റ് വരുന്നത് 128GB യും 256GB യും, 2 റാം വേരിയന്റ് വരുന്നത് 6GB റാമും 8GB റാമും. അപ്പൊ ഇതിന്റെ പ്രോസസറിലേക്ക് നോക്കുന്ന സമയത്ത് MediaTek Dimensity 7050 octa-core 2.26 GHz ആണ് വരുന്നത്. ഇനി ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് ബാക്ക് ക്യാമറ 50 മെഗാപിക്സൽ വരുന്നുണ്ട്, ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സൽ വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ്, 45 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഫോൺ വാങ്ങുന്ന സമയത്ത് ചാർജറും ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോണിന്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് 5G ഫോണാണ്. IP54 വാട്ടർ റെസിസ്റ്റന്റ് വരുന്നുണ്ട്. വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റവും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അടുത്തത് ഈ ഫോണിന്റെ പ്രൈസ് വേരിയന്റിലേക്ക് നോക്കുന്ന സമയത്ത് 6GB റാമിനും 128GB ഇന്റേണലിനും വരുന്നത് 14,000 രൂപയാണ്. അടുത്തത് 8GB റാമിനും 256GB ഇന്റേണലിനും വരുന്നത് 19,000 രൂപയാണ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് Motorola G64 5G എന്ന ഫോണാണ്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഫോൺ 4 കളർ വേരിയന്റിലാണ് വരുന്നത്. 2 സ്റ്റോറേജ് വേരിയന്റ് വരുന്നത് 128GB യും 256GB യും, 2 റാം വേരിയന്റ് വരുന്നുണ്ട് 8GB റാമും 12GB റാമും. അതിന് ഇതിന്റെ പ്രൊസസറിലേക്ക് നോക്കുന്ന സമയത്ത് MediaTek Dimensity 7025 octa-core 2.5 GHz ആണ് വരുന്നത്. ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ബാക്ക് ക്യാമറ 50 മെഗാപിക്സലും ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലും വരുന്നുണ്ട്. ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ബാറ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഫോൺ വാങ്ങുന്ന സമയത്ത് ചാർജറും ലഭിക്കുന്നുണ്ട്. ഈ ഫോണിന്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് 5G ഫോണാണ്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. IP52 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. Android 14 ആണ് ഫോൺ വാങ്ങുമ്പോൾ കിട്ടുക. പിന്നെ ഇതിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം 12GB റാമിനും 256GB ഇന്റേണലിനും വരുന്നത് വെറും 15,000 രൂപ മാത്രമാണ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് CMF by Nothing ഫോൺ 1 ആണ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഫോൺ 4 കളർ വേരിയന്റ് വരുന്നുണ്ട്. ഒരു സ്റ്റോറേജ് വേരിയന്റ് ആണ് വരുന്നത് 128GB, 2 റാം വേരിയന്റ് വരുന്നത് 6GB റാമും 8GB റാമും. പ്രോസസറിലേക്ക് നോക്കുന്ന സമയത്ത് MediaTek Dimensity 7300 octa-core 2.5 GHz ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ബാക്ക് ക്യാമറ 50 മെഗാപിക്സലും ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലും ആണ് വരുന്നത്. ഡിസ്പ്ലേയിലേക്ക് നോക്കുന്ന സമയത്ത് 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ്, 20 to 26 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതിന് ഈ ഫോണിന്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് 5G ഫോണാണ്. ഫോൺ വാങ്ങുന്ന സമയത്ത് അവർ ചാർജർ തരത്തില്ല. Android 14 ആണ് ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ ലഭിക്കുക. പിന്നെ ഇതിന്റെ പ്രൈസ് വേരിയന്റിലേക്ക് നോക്കുന്ന സമയത്ത് 6GB റാമിനും 128GB ഇന്റേണലിനും വരുന്നത് 15,000 രൂപയാണ്. അടുത്തത് 8GB റാമിനും 128GB ഇന്റേണലിനും വരുന്നത് 16,500 രൂപയാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്ന ഫോൺ Poco X6 Neo 5G എന്ന് പറയുന്ന ഫോണാണ്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഫോൺ 3 കളർ വേരിയന്റ് ആണ് വരുന്നത്. 2 സ്റ്റോറേജ് വേരിയന്റ് വരുന്നത് 128GB 256GB, 2 റാം വേരിയന്റ് വരുന്നത് 8GB റാമും 12GB റാമും. അതിന് ഇതിന്റെ പ്രൊസസറിലേക്ക് നോക്കുന്ന സമയത്ത് MediaTek Dimensity 6080 octa-core 2.4 GHz ആണ് വരുന്നത്. ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. 108 മെഗാപിക്സൽ ബാക്ക് ക്യാമറ വരുന്നത്, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഡിസ്പ്ലേയിലേക്ക് നോക്കുന്ന സമയത്ത് 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ബാറ്ററിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ്, 33 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഫോൺ വാങ്ങുന്ന സമയത്ത് ചാർജറും ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് 5G ഫോണാണ്. മോണോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് വേരിയന്റിലേക്ക് നോക്കുന്ന സമയത്ത് 8GB റാമിനും 128GB ഇന്റേണലിനും വരുന്നത് 13,000 രൂപയാണ്. അടുത്തത് 12GB റാമിനും 256GB ഇന്റേണലിനും വരുന്നത് 16,000 രൂപയാണ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ഫോൺ ആയിട്ടുള്ളത് Samsung Galaxy A40 5G എന്നൊരു ഫോണാണ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഫോൺ 3 കളർ വേരിയന്റ് ആണ് വരുന്നത്. 2 സ്റ്റോറേജ് വേരിയന്റ് വരുന്നത് 64GB യും 128GB യും, 2 റാം വേരിയന്റ് വരുന്നത് 4GB റാമും 6GB റാമും. അപ്പൊ ഇതിന്റെ പ്രൊസസറിലേക്ക് നോക്കുന്ന സമയത്ത് Exynos 1330 octa-core 2 GHz ആണ് വരുന്നത്. ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് ബാക്ക് ക്യാമറ 50 മെഗാപിക്സലും ഫ്രണ്ട് ക്യാമറ 13 മെഗാപിക്സലും ആണ് വരുന്നത്. ഈ ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 6.6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ
ഡിസ്പ്ലേ ആണ്. ഇനി ബാറ്ററിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. 15 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണിൽ ലഭിക്കുന്നുള്ളൂ. പിന്നെ ഫോൺ വാങ്ങുന്ന സമയത്ത് ചാർജർ തരത്തില്ല, കാരണം സാംസങ് ആണ്. അപ്പൊ ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് 5G ഫോണാണ്. ഫോൺ വാങ്ങുമ്പോൾ ചാർജർ തരത്തില്ല, കൂടുതലായിട്ടൊന്നും പറയാനുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ പ്രൈസ് വേരിയന്റിലേക്ക് നോക്കുന്ന സമയത്ത് 4GB റാമിനും 64GB ഇന്റേണലിനും വരുന്നത് 9000 രൂപയാണ്. അടുത്തത് 6GB റാമിനും 128GB ഇന്റേണലിനും വരുന്നത് 11,000 രൂപയാണ്. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയുള്ളൂ. എന്തെങ്കിലും ഡോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഈ 5 ഫോണിൽ നിങ്ങൾക്ക് ഏത് ഫോണാണ് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അതിന്റെ പേരിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.